കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ അതിന് മാത്രം ഞാൻ തടിക്കുന്നില്ല, എന്റെ ശരീരത്തിൽ അതൊന്നും കാണുന്നില്ല. ഇതേപോലെ വിചാരിക്കുന്നവരാണോ നിങ്ങൾ? അല്ലെ ഇതേപോലെ വിചാരിക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടോ? ഞാൻ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കൂടുതൽ അളവിൽ കഴിക്കുന്നുണ്ടെന്ന്, പക്ഷെ അതൊരിക്കലും നിങ്ങളെ വെയിറ്റ് കൂടാനായിട്ട് അഡിക്വേറ്റ് ആവില്ല. അതൊരു എക്സാമ്പിൾ ആണ് 2 ചപ്പാത്തിയും അതിന്റെ കൂടെ ഒരു വെജിറ്റബിൾ കറിയും. രണ്ടാമത്തെ കാര്യമാണ്, കാലറി കുറവുള്ള ഭക്ഷണം കൂടുതലായിട്ട് കഴിച്ചിട്ട് വെയിറ്റ് കൂടുന്നില്ല എന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാലഡ് അല്ലെ പ്ലെയിൻ ഫുഡ്സ്, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിച്ചിട്ട് വെയിറ്റ് കൂടണം എന്ന് ആഗ്രഹിക്കുന്നത്. ഈ ഭക്ഷണങ്ങളിലൊക്കെ കാലറി കുറവാണ്, അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ഗെയിൻ വെയിറ്റും അവിടെ നടക്കൂല. മൂന്നാമത്തെ കാര്യമാണ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള മീൽ ടൈമിംഗ് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ മീലിന്റെ ഇടയിൽ കൂടുതൽ ഗ്യാപ്പ് വിടുക, ഇടനേരങ്ങളിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. നാലാമത്തെ കാര്യമാണ് അഡിക്വേറ്റ് ആയിട്ട് പ്രോട്ടീൻ എടുക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മൾ ഭക്ഷണത്തിന്റെ കൂടെ കൂടുതൽ വെജിറ്റബിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടുന്നില്ല. നമുക്ക് മസിൽ ഗെയിൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ പൾസസ്, ചിക്കൻ, എഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അഞ്ചാമത്തതും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇങ്ങനെ കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ടും തടിക്കാത്ത ആൾക്കാരിൽ ചിലപ്പം ഫാസ്റ്റ് ആയിട്ടുള്ള മെറ്റബോളിസം ആണ് ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങളുടെ ശരീരത്തിലുള്ള കാലറി പെട്ടെന്ന് ബേൺ ചെയ്ത് കളയും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഒരു നോർമൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്തില്ല, ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ഉണ്ടാവില്ല. അപ്പം ആ സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ കാലറീസ് ഉള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ ഇതേപോലെ കൂടുതൽ ഹെൽത്ത് ടിപ്സ് അറിയാനായിട്ട് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കമന്റ് ചെയ്യാം.